ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ ദുർബലപ്പെടുത്തുന്ന മോശം ചിന്തകൾ, മോശം ശീലങ്ങൾ ഇതിനെയൊക്കെ ഇല്ലാതാക്കി നമ്മുടെ മനസ്സിനെ വളരെ സ്ട്രോങ് ആക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ജെയിംസ് ക്ലിയർ എഴുതിയ അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ്. നമ്പർ 1, ഡോണ്ട് മേക്ക് ഗോൾസ്, ഫോക്കസ് ഓൺ പ്രോസസ്. ഇപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് 6 മാസത്തിൻ്റെ ഉള്ളിൽ തൻ്റെ ബോഡി നന്നായിട്ട് ഫിറ്റാക്കി മാറ്റണമെന്ന്. ആക്ച്വലി ഇതെന്നുള്ളത് അയാളുടെ ഒരു ഗോളാണ്. എന്നാൽ മറ്റൊരാൾ തൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യണം, ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യണം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ അയാൾ വെറുതെ ഒരു ഗോൾ സെറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് തൻ്റെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇനി പോൺ കാണില്ല, സ്മോക്ക് ചെയ്യില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ അവിടെ ജസ്റ്റ് ഒരു ഗോൾ ഫിക്സ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. എന്നാൽ എനിക്ക് ഇങ്ങനെയുള്ള തോട്ട്സ് രാത്രിയാണ് വരുന്നത്. മൊബൈൽ ഫോണാണ് എന്നെ ട്രിഗർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി 9 മണിക്ക് ശേഷം ഞാൻ ഇനി മൊബൈൽ ഫോൺ യൂസ് ചെയ്യില്ല. അതുപോലെ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് കൂടുതലായിട്ടും വൾഗർ തോട്ട്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നത് കുറച്ചിട്ട് എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് ഇവരോടൊപ്പം കൂടുതലായിട്ടും ടൈം സ്പെൻഡ് ചെയ്യും. ഇങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ 50% നിങ്ങൾ ആ ഒരു ഗോള് അച്ചീവ് ചെയ്തെന്ന് പറയാൻ സാധിക്കും. അതായത് നിങ്ങളിവിടെ മോട്ടിവേറ്റ് ആയിട്ട് ബ്ലൈൻഡ്ലി ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്, അതിലേക്കുള്ള ആ ഒരു പ്രോസസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് നിങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. സോ ഇനി ബ്ലൈൻഡ്ലി ഒരു ഗോൾ ഫിക്സ് ചെയ്യാതെ, അതായത് നാളെ മുതൽ ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യില്ല, പോൺ കാണില്ല, ഇങ്ങനെ നിങ്ങൾ ചെയ്യാതെ ആ ഒരു പ്രോസസ്സിലേക്ക് ശ്രദ്ധിച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. സ്റ്റെപ്പ് നമ്പർ 2, അണ്ടർസ്റ്റാൻഡ് ദ സൈക്കോളജി ഓഫ് എ ഹാബിറ്റ്. ഫ്രണ്ട്സ്, നിങ്ങളിലേക്ക് ഒരു മോശം ശീലം വരാനുള്ള കാരണമെന്നുള്ളത് ഈ 4 സൈക്കോളജിക്കൽ റീസൺ ആയിരിക്കും. ഈ 4 കാര്യങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലുള്ള ഏത് മോശം ശീലത്തെയും നിങ്ങളുടെ സബ് കോൺഷ്യസ് ലെവലിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കും. ഈ 4 കാര്യങ്ങളാണ് ക്യൂ, ക്രേവിങ്, റെസ്പോൺസ് ആൻഡ് റിവാർഡ്. എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ക്യൂ. ഇനി ആ ഒരു നോട്ടിഫിക്കേഷൻ എന്താണ്, ആരാണ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ വളരെ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ക്രേവിങ്. സോ ഇങ്ങനെ നിങ്ങളുടെ മൈൻഡ് ഫോഴ്സ് ചെയ്തപ്പോൾ ആ ഒരു മൊബൈൽ ഫോൺ എടുത്ത് ആ ഒരു മെസ്സേജ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് റെസ്പോൺസ്. ഇനി ആ ഒരു മെസ്സേജ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും, അല്ലേ? ഇതാണ് റിവാർഡ്. സോ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു റിവാർഡ് നിങ്ങളെ നന്നായിട്ട് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ 4 കാര്യങ്ങളും വീണ്ടും വീണ്ടും ചെയ്യുമെന്ന് നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ ഫോഴ്സ് ചെയ്ത് കൊണ്ടേയിരിക്കും. സോ ഇങ്ങനെയാണ് ഒരാളിലേക്ക് അഡിക്ഷൻ വരുന്നത്. സോ നിങ്ങൾക്ക് 18+ വീഡിയോസുകൾ കാണുന്നത് നിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു ബാഡ് ഹാബിറ്റ് നിർത്തണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങളുടെ ക്യൂവിനെ വിസിബിളിൽ നിന്ന് ഇൻവിസിബിൾ ആക്കി മാറ്റണം. എക്സാമ്പിളായിട്ട് നിങ്ങളിലേക്ക് മോശം ചിന്തകൾ നൽകുന്ന ഫോട്ടോസുകൾ, വീഡിയോസുകൾ ഇതൊക്കെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് റെക്കമെൻഡ് ചെയ്ത് വരാത്ത രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൻ്റെ ഉപയോഗം കുറയ്ക്കുക. നിങ്ങളുടെ മൈൻഡിലേക്ക് ട്രിഗർ നൽകുന്ന എല്ലാ സോഷ്യൽ മീഡിയ പേജും നിങ്ങൾ മസ്റ്റായിട്ടും അൺഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, വർക്ക് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണ് നിങ്ങളുടെ അടുത്ത് വയ്ക്കാതെ അത് നിങ്ങൾ കാണാത്ത വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വയ്ക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ കൊണ്ടുപോയി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അലമാറയിൽ ആ ഒരു മൊബൈൽ ഫോൺ എടുത്തു വെച്ച് അത് പൂട്ടി അതിൻ്റെ താക്കോല് മറ്റാരുടെങ്കിലും കയ്യിൽ കൊടുക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ മോശപ്പെട്ട വീഡിയോസുകൾ കാണണമെന്നുള്ള ഒരു ക്രേവിങ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആ ഒരു ക്രേവിങ്ങിനെ മാക്സിമം അൺഅട്രാക്റ്റീവ് ആക്കി മാറ്റുക. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കളിയാക്കിയവർ, നിങ്ങളെ ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞവർ, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാത്തവർ, ഇവരുടെയൊക്കെ മുമ്പിൽ നിങ്ങളെ തന്നെ സ്വയം പ്രൂവ് ചെയ്യുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഇത്തരം ശീലങ്ങളാണ്. അതായത് അവരുടെ മുമ്പിലേക്ക് നിങ്ങളെ ഒരു വീക്ക് പേഴ്സണായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇത്തരം ശീലങ്ങളാണെന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് നിങ്ങളുടെ ഇത്തരം ശീലങ്ങൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ലൈഫിനെയും നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിനെയും ഇല്ലാതാക്കുകയാണെന്നുള്ള ആ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുപോലെ നിങ്ങളുടെ പാസ്റ്റിൽ അഡിക്ഷൻസ് ഒന്നുമില്ലാതെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത, നന്നായിട്ട് ഹാപ്പി ആയിട്ടിരുന്ന ഒരുപാട് മൊമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. സോ അത്തരത്തിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഇനിയും ജീവിക്കണമെന്നുള്ള ആ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു ക്രേവിങ് നിങ്ങൾക്ക് അൺഅട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. സ്റ്റെപ്പ് നമ്പർ 3, റെസ്പോൺസ്. നിങ്ങളിലേക്ക് വരുന്ന ക്രേവിങ്സിന് നിങ്ങൾ കൊടുക്കുന്ന റെസ്പോൺസ് എന്നുള്ളത് മാക്സിമം ഡിഫിക്കൽട്ടാക്കി മാറ്റുക.
ജസ്റ്റ് ഇമാജിൻ, ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസുകൾ കാണണമെങ്കിൽ 15 കിലോമീറ്റർ നടന്നു പോകണമെന്നുള്ള ആ ഒരു സിറ്റുവേഷനാണ് ഉള്ളതെങ്കിലോ, പിന്നെ നിങ്ങളുടെ മൈൻഡ് അത്രയും കിലോമീറ്റർ നടന്നു പോയിട്ട് അത്തരം വീഡിയോസുകൾ കാണാനുള്ള ആ ഒരു മോട്ടിവേഷൻ നിങ്ങളിലേക്ക് തരുമോ? ഒരിക്കലുമില്ല, അല്ലേ? സോ ഒരു കാര്യം ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സ് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതാണെങ്കിൽ പിന്നീട് നമ്മളുടെ മൈൻഡ് അത് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ നമുക്ക് നൽകില്ല. സോ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഫിംഗർ പ്രിൻ്റ് ലോക്ക് വെക്കാതെ ഒരു 12 ഡിജിറ്റ് പാസ്വേഡ് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇതിൽ തന്നെ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇതൊക്കെ ആഡ് ചെയ്ത് വയ്ക്കുക. അതായത് നിങ്ങൾ പാസ്വേഡ് അടിച്ച് നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 15 സെക്കൻഡെങ്കിലും എടുക്കണം. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ 18+ വെബ്സൈറ്റ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ സഹായിക്കുന്ന ബ്ലോക്കിംഗ് ആപ്സ് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ആപ്പാണ് ബ്ലോക്കർ ഹീറോ. ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ 18+ വീഡിയോസുകൾ കാണാനുള്ള ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ഇത്തരത്തിൽ ഡിഫിക്കൽട്ടാക്കി വെക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ക്രേവിങ്ങിനോട് നിങ്ങളുടെ മൈൻഡ് റെസ്പോണ്ട് ചെയ്യാൻ മടിക്കും. സ്റ്റെപ്പ് നമ്പർ 4, നിങ്ങൾ ഇത്തരം വീഡിയോസിൽ കണ്ടിട്ട് ഫൈനലി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ കുറവാണെങ്കിൽ പിന്നീട് നിങ്ങളുടെ ബ്രെയിൻ ഇത്തരം വീഡിയോസിൽ കാണാനുള്ള ആ ഒരു മോട്ടിവേഷൻ നിങ്ങളിലേക്ക് നൽകില്ല. സോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കാൻ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നെഗറ്റീവ് ജേർണലിംഗ് ചെയ്യണം. അതായത് നിങ്ങളുടെ മനസ്സിൽ അപ്പോഴുള്ള ഗിൽറ്റിനെസ്, മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ലോ വാല്യൂ, നിങ്ങളുടെ ലോവർ കോൺഫിഡൻസ്, ഇത്തരം കാര്യങ്ങൾ ചെയ്താലുണ്ടാവുന്ന എല്ലാ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റും നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. സോ ഓരോ പ്രാവശ്യവും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നെഗറ്റീവ് ജേർണലിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എഴുതിയ കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ പതിയും. പതുക്കെ നിങ്ങൾ ഇതെല്ലാം ചെയ്ത് അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു റിവാർഡിനോടുള്ള അട്രാക്ഷൻ കുറയാൻ തുടങ്ങും. അതായത് അവസാനമായിട്ട് കിട്ടുന്ന റിവാർഡിനെ നെഗറ്റീവായിട്ട് നമ്മളുടെ മൈൻഡ് കാണാൻ തുടങ്ങും. പിന്നീട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ മൈൻഡ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യില്ല. നമ്പർ 3, പേപ്പർ ക്ലിപ്പ് ടെക്നിക്. ഒരു മോശം ശീലത്തെ ഇല്ലാതാക്കി നല്ല ശീലങ്ങൾ നമ്മളിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ ഡെയിലി നമുക്ക് അതിനുവേണ്ട മോട്ടിവേഷൻ ലഭിച്ചിരിക്കണം. സോ ഇതിനായിട്ട് പേപ്പർ ക്ലിപ്പ് ടെക്നിക്ക് യൂസ് ചെയ്യുക. ഇതെന്നുള്ളത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഒരു ബാങ്ക് എംപ്ലോയി ഒരു ബില്യണർ വരെ ആയിട്ടുണ്ട്. സ്റ്റീഫൻ എന്നുള്ള ഇദ്ദേഹം താൻ വർക്ക് ചെയ്യുന്ന ടേബിളിൻ്റെ മുകളിൽ 2 വിസിബിൾ ആയിട്ടുള്ള ജാറ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു ജാറിൻ്റെ ഉള്ളിൽ 120 പേപ്പർ ക്ലിപ്സ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ജാറ് എംപ്റ്റി ആയിരുന്നു. സ്റ്റീഫൻ തൻ്റെ ബിസിനസ് സെയിൽസിന് വേണ്ടിയിട്ട് ഓരോ കോൾ ചെയ്യുമ്പോഴും ആ ഒരു ഫുൾ ആയിട്ടുള്ള ജാറിൽ നിന്ന് ഒരു പേപ്പർ ക്ലിപ്പ് എടുത്ത് ആ ഒരു എംപ്റ്റി ആയിട്ടുള്ള ജാറിലേക്ക് ഇടുമായിരുന്നു. സോ അദ്ദേഹം ഒരു ഡേയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡേയുടെ എൻഡിൽ 120 പേപ്പർ ക്ലിപ്സ് ആ ഒരു എംപ്റ്റി ആയിട്ടുള്ള ജാറിൽ ഉണ്ടാവുമായിരുന്നു. അതായത് ഒരു ദിവസം 120 സെയിൽസ് കോൾസ് അദ്ദേഹം ചെയ്യുമായിരുന്നു. അതായത് ഈ ഒരു പേപ്പർ ക്ലിപ്പ് ടെക്നിക്ക് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ വിഷ്വലി നിങ്ങളുടെ കൺമുമ്പിൽ അതിൻ്റെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പം നിങ്ങളുടെ ടാർഗറ്റ് എന്നുള്ളത് അടുത്ത 100 ദിവസത്തേക്ക് ഫോൺ കാണില്ല, മാസ്റ്റർബേറ്റ് ചെയ്യില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങളൊരു വിസിബിൾ ആയിട്ടുള്ള ജാർ എടുത്ത് അതിൽ 100 മാർബിൾ കല്ലുകൾ നിറയ്ക്കുക. ശേഷം ഓരോ ദിവസവും അതിലെ ഓരോ മാർബിൾ കല്ല് എടുത്തിട്ട് എംപ്റ്റി ആയിട്ടുള്ള ജാറിലേക്ക് മാറ്റുക. സോ ഓരോ പ്രാവശ്യം ആ ഒരു എംപ്റ്റി ആയിട്ടുള്ള ജാറ് ഫില്ലാവും തോറും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പറ്റിയിട്ട് ഒരു പ്രൗഡ് ഫീൽ ഉണ്ടായിരിക്കും. സോ വീണ്ടും നിങ്ങൾക്ക് ആ ഒരു പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോകാൻ തോന്നില്ല. നമ്പർ 4, ഗോൾഡിലോക്ക് സോൺ. നിങ്ങൾ മോശം ശീലങ്ങളെ വിട്ട് കുറേ നല്ല ശീലങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിക്കുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഡെയിലി ഇനി മുതൽ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 15 മിനിറ്റെങ്കിലും വർക്കൗട്ട് ചെയ്താൽ മതി എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വെക്കുക. കാരണം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡിന് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നും. സോ പിന്നീട് അത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് നൽകില്ല. നേരെ മറിച്ച് നിങ്ങൾ റെഗുലറായിട്ട് അറ്റ്ലീസ്റ്റ് 15 മിനിറ്റെങ്കിലും വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ നിങ്ങളുടെ മൈൻഡിന് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നും. സോ പിന്നീട് നിങ്ങളുടെ പ്രോഗ്രസ്സിനനുസരിച്ചിട്ട് പതുക്കെ ആ ഒരു ടൈം കൂട്ടിക്കൊണ്ടുവരിക. ഇത്തരത്തിൽ വലിയ ഹാർഡല്ലാത്തതും എന്നാൽ കോമ്പറ്റേറ്റീവ് ആയതുമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ഡെയിലി അക്കംപ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കും. സോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.